എനിക്ക് യാത്ര പോകാൻ ഒരുപാട് ഇഷ്ടമാണെങ്കിലും ഇപ്പോൾ ഭയങ്കര മടിയാണ്. മടി കാരണം ഞാൻ എങ്ങും പോകാറില്ല. ഒരു മാറ്റം എന്തായാലും വേണമെന്ന് എനിക്ക് തോന്നി. ട്രെക്കിംഗ് പോകാനാണ് കൂടുതലിഷ്ടം. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഇല്ലിക്കക്കല്ല് തന്നെ ആദ്യം പോകാമെന്ന് തീരുമാനിച്ചു. ആദ്യം തന്നെ വലിയ ട്രെക്കിംഗ് ഒന്നും പോകാനുള്ള ഫിറ്റ്നസ് എനിക്കിപ്പോൾ ഇല്ല. ചെറുതും വളരെ എളുപ്പം കയറാൻ പറ്റുന്നതുമായ ഒരു സ്ഥലം എനിക്ക് തോന്നിയത് ഇല്ലിക്കക്കല്ലാണ്. ഇല്ലിക്കക്കല്ലും കണ്ടിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള കട്ടിക്കയം വെള്ളച്ചാട്ടവും കാണാൻ പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് വെറും 58 കിലോമീറ്റർ മാത്രമേ ഇല്ലിക്കക്കല്ലിലേക്കുള്ളൂ. രാവിലെ തന്നെ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് നേരെ വിട്ടു. രാവിലെ ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പാലാ ഈരാറ്റുപേട്ട റോഡ് വഴി വന്ന് ഇല്ലിക്കക്കല്ലിലേക്ക് ഈ വഴി തിരിഞ്ഞു വേണം മുകളിലോട്ട് കയറാൻ. ഇവിടെ മുതൽ അത്യാവശ്യം നല്ല കയറ്റമാണ്. പക്ഷേ റോഡ് നല്ലതാണ്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഹെയർ പിന്നൊക്കെ നമുക്ക് വണ്ടി വരുമ്പോൾ ഈസി ആയിട്ട് വളച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഹെയർ പിൻ വളവുകളൊന്നുമില്ല. വീതി കുറവുള്ള റോഡായതുകൊണ്ട് വേഗത കുറച്ച് ശ്രദ്ധിച്ചാണ് ഞാൻ വാഹനം ഓടിക്കുന്നത്. ഇല്ലിക്കക്കല്ലിലേക്ക് പോകുന്ന വഴി തന്നെ നമുക്ക് കട്ടിക്കയം വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി കാണാം. പക്ഷേ നമ്മൾ ഇല്ലിക്കക്കല്ല് കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. അങ്ങനെയുള്ള കയറ്റമൊക്കെ കയറി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. തൊട്ടടുത്ത് തന്നെയാണ് പാർക്കിംഗ് സ്പേസും ഉള്ളത്. പാർക്കിംഗ് സ്പേസിൽ നിർത്തിയതിന് ശേഷം ചുറ്റും ഒന്ന് നോക്കിയാൽ തന്നെ നല്ല രസമാണ് കാണാൻ. ഈ സ്പോട്ടിന് വല്ല പേരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് 3 ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ഒന്ന് എൻട്രി ഫീസും പിന്നെ വാഹനത്തിൻ്റെയും ക്യാമറയുടെയും ഫീസാണ്. ഇവിടെ നിന്ന് ജീപ്പ് സഫാരി എടുക്കേണ്ടവർക്ക് അതും എടുത്ത് മുകളിലോട്ട് പോകാം. ഞാൻ നടക്കാൻ വേണ്ടി വന്നതുകൊണ്ട് നടക്കാമെന്ന് തന്നെ വിചാരിച്ചു. ജീപ്പ് സഫാരി എടുത്ത് പോകുമ്പോൾ നമുക്ക് ടോപ്പ് പോയിൻ്റ് വരെ ഒന്നും എത്താൻ പറ്റില്ല. പക്ഷേ കുറച്ച് നടത്തം കുറഞ്ഞു കിട്ടും, അത്രയേ ഉള്ളൂ. ജീപ്പ് നമ്മളെ കൊണ്ട് ഇറക്കുന്നിടത്ത് നിന്ന് ഒരു ചെറിയ ഹെക്റ്റിക്കായിട്ടുള്ള കയറ്റം കയറി മുകളിലെത്തിയിട്ട് വേണം ഇല്ലിക്കക്കല്ല് കാണാൻ. ഈ ഹെക്റ്റിക്കായിട്ടുള്ള കയറ്റം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വലുതൊന്നുമല്ല, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്, പക്ഷെ കുറച്ച് ദൂരമേ ഉള്ളൂ. കൈവരിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ പിടിച്ചങ്ങ് കയറുമ്പോൾ ഈസി ആയിട്ടും മുകളിലെത്താൻ പറ്റും. ജീപ്പ് സഫാരി എന്ന് പറയുമ്പോൾ ഓഫ് റോഡൊന്നുമല്ല, നല്ല ടാറിട്ട റോഡിലൂടെയാണ് പോകുന്നത്. ഞാനും അതേ റോഡിലൂടെ തന്നെയാണ് നടക്കുന്നത്. കുറച്ച് നടന്നപ്പോഴേ നടക്കാൻ തീരുമാനിച്ചത് അബദ്ധമായി പോയോ എന്നെനിക്ക് തോന്നിയെങ്കിലും സ്വന്തം തീരുമാനത്തെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് മിണ്ടാതെ അങ്ങ് നടന്നു. ഞാൻ ഈ റോഡിലൂടെ കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ അഡ്വഞ്ചർ വേണമെന്ന് പറഞ്ഞ് കുറച്ച് പിള്ളേർ സൈഡിലെ മലകൾ വലിഞ്ഞു കയറി പോകുന്നത് കണ്ടു. ഞാൻ ഡിസംബർ മാസം അവസാനമൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് മഞ്ഞൊന്നുമില്ല, നല്ല വെയിലുണ്ട്, പക്ഷെ തണുത്ത കാറ്റാണ്. അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. നടന്ന് ക്ഷീണിക്കുമ്പോൾ എവിടെയെങ്കിലും വിശ്രമിക്കാൻ നിൽക്കുന്ന അവിടെ നിന്ന് ചുറ്റും ഒന്ന് നോക്കും. നല്ല രസമാണ് കാണാൻ. മഞ്ഞൊക്കെ ഉള്ളപ്പോൾ വേറെ ഒരു ഭംഗി തന്നെയായിരിക്കും ഈ സ്ഥലമൊക്കെ കാണാൻ. നടന്ന് മുകളിൽ കയറിയപ്പോൾ അവിടെ കടയുണ്ടായിരുന്നു. അവിടെ കയറി വെള്ളം വാങ്ങി കുടിച്ചിട്ട് ഇല്ലിക്കക്കല്ല് കാണാനുള്ള പ്രധാന വഴിയിലേക്ക് നടന്നു. താഴെയൊക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സൈഡിലൂടെ നടക്കുമ്പോൾ ഇല്ലിക്കക്കല്ലിൻ്റെ വശങ്ങളിലുള്ള കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ മല കയറി മുകളിൽ ചെന്ന് പുള്ളിയെ കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണും. സൈഡിലെ കാഴ്ചയൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. ഇനി മുകളിലെ കാഴ്ച കാണാൻ മുകളിലോട്ട് കയറി തുടങ്ങി. ക്ഷീണിക്കുമ്പോൾ നിൽക്കും, എന്നിട്ടൊന്ന് ചുറ്റും നോക്കും, ഭംഗിയൊക്കെ ആസ്വദിക്കും, പിന്നെയും കയറും. അങ്ങനെ കയറി മുകളിലെത്തി ഇല്ലിക്കക്കല്ല് കണ്ടു.
മഞ്ഞില്ലാത്തത് കൊണ്ട് ഒട്ടും വെയിറ്റ് ചെയ്യാതെ തന്നെ പുള്ളിയെ കാണാൻ പറ്റി. മഞ്ഞുള്ളപ്പോൾ ചിലപ്പോൾ മൂടി കിടക്കുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. മഞ്ഞൊക്കെ മാറിയതിന് ശേഷമേ നമുക്ക് പുള്ളിയെ കാണാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ആവശ്യത്തിനുള്ള ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ തിരിച്ചിറങ്ങി. അടുത്ത സ്ഥലം കട്ടിക്കായം വെള്ളച്ചാട്ടമാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ താഴോട്ട് ഇറങ്ങുകയായിരുന്നു. താഴോട്ട് ഇറങ്ങി വരുമ്പോൾ വലത്തെ സൈഡിലെ കൈവരിയിലൂടെ വേറൊരു വഴി കണ്ടു. ആ വഴിയിലൂടെ നടന്ന് അവിടെയുമുള്ള കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞാൻ താഴോട്ടിറങ്ങി.